മഹാനായ നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാരെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ടൗൺ ജുമുഅ മസ്ജിദ് ഖബർസ്ഥാനിലാണ് നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഞാൻ യാത്ര ആരംഭിച്ചു. പ്രശസ്ത പണ്ഡിതനും മുദർരിസും അതിമഹത്തായ തഅജീലുൽ ഫുതൂഹ് എന്ന ബദരിയത്ത് കാവ്യത്തിൻ്റെ രചയിതാവുമാണ് നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ. വേങ്ങര ബദറുദ്ദുജ ഇസ്ലാമിക് സെൻറ്ററിന് കീഴിൽ മാസം തോറും നടന്നു വരാറുള്ള തഅജീലുൽ ഫുതൂഹ് ആത്മീയ മജ്ലിസിലൂടെയാണ് തഅജീലുൽ ഫുതൂഹിനെയും നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാരെയും പൊതുസമൂഹം പരിചയപ്പെടുന്നത്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് വന്ദ്യരായ സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ ഉസ്താദിൻ്റെ മഹനീയ നേതൃത്വത്തിൽ ഈ മജ്ലിസ് നടക്കുന്നത്. ഞാൻ മഞ്ചേരിയിലെത്തി. ഇതാണ് മഞ്ചേരി സെൻട്രൽ ജുമുഅ മസ്ജിദ്. വർഷങ്ങൾ ഒരുപാട് പഴക്കമുള്ളതും മഹത്തുക്കളേറെ അന്ത്യവിശ്രമം കൊള്ളുന്നതുമായ മലബാറിലെ തന്നെ എണ്ണപ്പെട്ട പള്ളിയാണിത്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഇരുഭാഗത്തായി ധാരാളം വിശിഷ്ടരുടെ ഖബറുകൾ കാണാം. ഇതാണ് നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാരുടെ ഖബർ. മീസാൻ കല്ലിൽ പേരും വഫാത്തിൻ്റെ ഡേറ്റും എഴുതി വച്ചിരിക്കുന്നു. ഹിജറ വർഷം 1294 നാലകത്ത് മുഹയ്യദ്ദീൻ മുസ്ലിയാരുടെയും കൊണ്ടോട്ടി ചെറുശ്ശേരി കുഞ്ഞറമ്മ മുസ്ലിയാരുടെ മകൾ തിത്തിക്കുട്ടിയുടെയും മകനായി കൊണ്ടോട്ടിയിൽ ജനിച്ചു. പിതാവിൻ്റെ സംരക്ഷണത്തിൽ അരീക്കോട് നാലകത്ത് കുടുംബത്തിലാണ് വളർന്നത്. മഖ്ദൂമി വഴിയിൽ രൂപം കൊണ്ട തറവാടുകളാണ് ചെറുശ്ശേരി തറവാടും നാലകത്ത് തറവാടും. ഉമ്മയും ഉപ്പയും പിതൃ സഹോദരങ്ങളും അമ്മാവന്മാരുമെല്ലാം പണ്ഡിതന്മാരായിരുന്നു. പിതാവ് മുഹയ്യദ്ദീൻ മുസ്ലിയാർ, തോട്ടക്കാട് മുഹമ്മദ് മോയിൻ ഹാജി, അമ്മാവന്മാരായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, ചെറുശ്ശേരി അഹമ്മദ് മുസ്ലിയാർ, വായക്കാട് മുസ്ലിയാരകം സൈനുദ്ദീൻ മുസ്ലിയാർ, മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരാണ് പ്രധാന ഉസ്താദുമാർ. വാഴക്കാട് ദാറുൽ ഉലൂമിൽ നിന്നാണ് ബിരുദം നേടിയത്. ദാറുൽ ഉലൂമിൽ തന്നെയാണ് മരക്കാരുട്ടി മുസ്ലിയാർ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. ശേഷം 1909 മുതൽ മഞ്ചേരി ടൗൺ പള്ളിയിൽ മുദർരിസായി സേവനമനുഷ്ഠിച്ചു. മഞ്ചേരിയിലെ ദർസ് 1939 വരെ 30 വർഷം നീണ്ടുനിന്നു. സ്വദേശം അരീക്കോടാണെങ്കിലും കർമ്മം കൊണ്ട് മഞ്ചേരിക്കാരനാണ് നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാർ. ബദരീങ്ങളോട് അത്യാഘാതമായ ആത്മബന്ധം പുലർത്തിയവരാണ് മരക്കാരുട്ടി മുസ്ലിയാർ. തഅജീലുൽ ഫുതൂഹ് ബദരിയത്താണ് അവിടുത്തെ രചനകളിൽ ഏറ്റവും പ്രശസ്തമായത്. പെട്ടെന്നുള്ള വിജയത്തിനും പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്കും വേണ്ടി ബദരീങ്ങളുടെ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ബൈത്താണിത്. പ്രസിദ്ധിയാൽ ഏറെ പ്രശസ്തമാണ് തഅജീലുൽ ഫുതൂഹ്. 1926 വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ സമസ്ത രൂപീകൃതമായപ്പോൾ അതിൻ്റെ 40 അംഗ കൂടിയാലോചനാ സമിതിയിൽ ഒരംഗമായിരുന്നു മരക്കാരുട്ടി മുസ്ലിയാർ. കണ്ണിയത്ത് ഉസ്താദ്, EK ഉസ്താദ്, കരിങ്കപ്പാറ ഉസ്താദ് തുടങ്ങിയ മഹാന്മാർ മരക്കാരുട്ടി മുസ്ലിയാരെ വലിയും ആരിഫുമായാണ് വിശേഷിപ്പിച്ചത്. സന്നിഗ്ധ ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ തേടി അവർ മഞ്ചേരിയിലെത്തുക പതിവായിരുന്നു. ഹിജറ വർഷം 1358 റബീഉൽ ആഖിർ 13 മഹാനവരുകളുടെ വഫാത്ത്. അള്ളാഹു മഹാൻ്റെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ആമീൻ.